ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 2 ടൈപ്പിലുള്ള കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ 2 ഫില്ലിങ്ങിൽ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് പ്രോൺസ് വെച്ചിട്ടും അതുപോലെ തന്നെ ഒന്ന് ചിക്കനിലാണ് ചെയ്യുന്നത്. അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ ഉണ്ടാക്കാനും ഈസിയാണ്. ഇപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കനും അതുപോലെ പ്രോൺസും ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ കുറച്ച് കുരുമുളകും കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ പ്രോൺസും കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് അതും കൂടെ വേവിച്ച് എടുക്കുകയും ചെയ്യാം. അതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി ചെറുതായിട്ട് കട്ടി കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അതുപോലെ അതിന് ശേഷം അതിലേക്ക് 4 സവാള കൂടെ ഇട്ട് കൊടുക്കാം. അത് നല്ലോണം കട്ടി കുറഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി വന്നോളും. ഇപ്പോൾ നന്നായി വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ആവശ്യത്തിന് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഹാഫ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. 2 ടൈപ്പിലെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പ്രോൺസ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒറ്റൊരു കറക്കിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. അധികം അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതിന് ശേഷം നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ മിക്സിലേക്ക് അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണിൽ കുരുമുളക് പൊടി. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നാൽ അതിലേക്ക് ഇതുപോലെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില അതുപോലെ മല്ലിയില കൂടെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ആദ്യത്തെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ സെയിം പാനിൽ തന്നെ ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഈ ഒരു സ്പൂണിലാണ് മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കനും ഇതുപോലെ ഒന്ന് പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളകും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില അതുപോലെ മല്ലിയില ചെറുതായി കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം 5 മിനിറ്റ് നന്നായി വഴറ്റിയതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കി എടുക്കണം. ഇപ്പോൾ 2 മുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസും. ഇപ്പോൾ ചിക്കൻ്റെ കട്ട്ലറ്റും അതുപോലെ പ്രോൺസിൻ്റെ കട്ട്ലറ്റും എല്ലാം കൂടി നന്നായി ബോളാക്കി എടുത്ത് അതുപോലെ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കൈവച്ച് ചെയ്താലും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കുറച്ചും കൂടെ പെർഫെക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബോളാക്കി എടുത്ത ആ ഒരു സൈസിലുള്ള ഒരു ടോപ്പ് എടുത്ത് ബോട്ടിലിൻ്റെ ഒരു ടോപ്പ് എടുത്ത് അപ്പോൾ അതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും
കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഞാൻ ഇവിടെ കൈവച്ച് ചെയ്തപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ കട്ട്ലറ്റും അതുപോലെ പ്രോൺസിൻ്റെ കട്ട്ലറ്റും എല്ലാം ഇതേപോലെ നന്നായി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ എടുത്ത് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി ബാലൻസ് ഉള്ളത് സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഫ്രൈ ചെയ്യുകയും ചെയ്യാം. അതുപോലെ കുറച്ച് ദിവസത്തേക്ക് കേടാവുകയും ചെയ്യില്ല. ചിക്കൻ്റെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തത് പ്രോൺസിൻ്റെ കട്ട്ലറ്റാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതും കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഇതുപോലെ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഷേപ്പിലും. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കമൻസൊക്കെ അറിയിക്കുക. ജസ്റ്റ് സ്പൈസ് എന്ന് പറഞ്ഞ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാനെന്ന വീഡിയോസൊക്കെ മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.